ഐസറിനെ കുറിച്ച് ഇങ്ങോട്ട് പറയുകയായിരുന്നു ചെയ്തിരുന്നത്, അതോ സാറും മാമും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു? ഞങ്ങൾ ഇൻട്രസ്റ്റ് ഇങ്ങനെ അന്വേഷിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ലായിരുന്നു. പിന്നെ അവളുടെ റൂമിൽ തന്നെ ഒരു ദിവസം ഞങ്ങൾ കണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തന്നെ ഐസറിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പഠനം തുടങ്ങി ഒരു മൂഡുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നിയപ്പോൾ ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് അറിഞ്ഞതാണ്. ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ചു ഐസറിന്റെ ഒരു ഇതെങ്ങനെയാണ്, അതിന്റെ സാധ്യതകൾ എന്താണ്, ഉപരിപഠന സാധ്യത എന്താണ്, ജോലി സാധ്യത എന്താണ്, ഞങ്ങൾ തന്നെ അവളെ അറിയിക്കാതെ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പം നോക്കിയപ്പോൾ കുഴപ്പമില്ല, കുട്ടികൾക്ക് ആ സയൻസ് ഫീൽഡിനോടും റിസർച്ച് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹമെങ്കിൽ ആ ഫീൽഡിലൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഐസറാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നത്. പക്ഷെ കുറഞ്ഞ് ഇപ്പം വെച്ചാൽ +2 കഴിഞ്ഞപ്പോൾ CBSEന്റെ ആ ഇതൊക്കെ വന്നല്ലോ, ആ സമയത്ത് അവർക്കൊരു മനമാറ്റം, കുറച്ച് നീറ്റൊന്ന് ടെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ കിട്ടിയാൽ പോകാനാണ് പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. ചോയ്സ് ഐസർ തന്നെ ആയിരുന്നു. ഇപ്പോഴും അതിന്ന് വിട്ടില്ല. പക്ഷെ വേറെ ഇവിടെ കുട്ടികൾ ഫ്രണ്ട്സുകളൊക്കെ നീറ്റിന് പോകുന്നുണ്ടപ്പോ അങ്ങനെ അങ്ങോട്ടൊരു മനംമാറ്റം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ആദ്യം മുതലേ പോലെ അല്ലല്ലോ, ഇതിന് ജോലി സാധ്യത എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോ നോക്കുമ്പോൾ ഒരു ഡോക്ടറെ കഴിഞ്ഞാൽ വീട്ടിനടുത്തൊരു ക്ലിനിക്ക് ഇട്ടാലും അതിനൊരിതുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ജോലി സാധ്യത അവരെ ഇതിനനുസരിച്ചിരിക്കും, അവരെ പിന്നെ പഠിപ്പിനനുസരിച്ച്, റിസർച്ച് ചെയ്യാനുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. അപ്പം അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ അവരുടെ ഇത് നല്ലൊരു കരിയറായിട്ടാണ് തോന്നുന്നത് ടീച്ചർ ഫീൽഡ്. കാരണം കുട്ടികളുടെ ഒരു ഗവേഷണ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വിടുന്നത് നല്ലത്. ഞാൻ പറഞ്ഞു അവൾക്ക്, അതായത് നമ്മളെ ഇന്ത്യയിൽ ഡോക്ടേഴ്സിന് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത്രയും സയന്റിസ്റ്റുകളെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ഫീൽഡ് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മൾ വളർത്തി കൊണ്ടുവരാന്ന്. അപ്പൊ അതിനോട് ഞങ്ങൾ യോജിച്ചു. ഞങ്ങൾ അതിനോടൊരു പരീക്ഷ നോക്കിയിട്ട് പറയാൻ പാടില്ല.